ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ട് ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ഡിജോ അതിനെല്ലാം കാര്യസം പ്രിപ്പയർ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. മലയാളി ഫ്രം ഇന്ത്യ നാളെ ഇറങ്ങിയാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ്. മലയാളി എന്ന ടൈറ്റിലൊരു സിനിമ ഒരു മലയാളി നടൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല. എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഡിജോയും പറഞ്ഞു, ഷാരിച്ചന്ദ്രൻ പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടിൻപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ സിനിമയിൽ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സിനിമ കണ്ടിരുന്നു. സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവാണ്, മെയ് 1 റിലീസാവാണ്, ഒരു ബുധനാഴ്ച റിലീസാവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിലുണ്ടായിട്ടുള്ളൂ, അപ്പം അത് കുറച്ച് ഭാഗമേ ആവുള്ളൂ. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിൻ്റെ ഒരു സിനിമയാണ്. ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ രണ്ട് കൈയോടും നീട്ടി സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അല്ല, മലയാളി ഫ്രം ഇന്ത്യയിൽ സെയിം കണ്ടന്റ് അല്ല, രണ്ട് സിനിമ ക്വീനും ജനഗണമനയിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ജനഗണമന അത് അഡ്രസ് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ഇതില് പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസിലെ പിള്ളേർക്കാണ്. അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അത് തന്നെയാണ് ഇപ്പൊ ബ്രദറെ ചോദിച്ച ചോദ്യത്തിനോട് തന്നെയാണ് ഉത്തരം പറയുന്നത്. ക്വീനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. ജനഗണമനിൽ മോർ ഓഫ് നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തു. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയുണ്ട്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പലരും എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതിന്റെ ടീച്ചർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇറങ്ങിയ സമയത്തും നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നവും നിവിൻ ധ്യാൻ കോംബോ വരുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമായിരിക്കും. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒറ്റ ടീച്ചർ കൊണ്ട് എൻ്റെ ഇത് മാറ്റി. ശരിക്കും ഇത് ഏത് ടൈപ്പ് ജോണർ ചിത്രമാണ്? അല്ല, ഇതാണ് ഇപ്പൊ ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീച്ചർ വിടാനുള്ള കാര്യം ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് ഞാനും ഇവരും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീനായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തു, ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് കിട്ടി. പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല. സിനിമയിൽ
ചെറിയ കൊച്ചു കൊച്ചു തമാശകളുണ്ടാവും, കാര്യമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ കളിയും ആ കളിയിൽ അല്പവും കാര്യമുള്ള സിനിമയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞു പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ്. കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചിരിച്ചും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. കുറേ നാളേക്ക് പിന്നെ ഇവൻ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പോൾ ഇവൻ്റെ ആ തമാശ വരുന്നത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരും പ്രതീക്ഷ കുറേ കൂടെ കളിയിൽ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ അങ്ങനെ ഒരു ടീച്ചറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് അതിൻ്റെ റീസൺ. ഇത് പാൻ ഇന്ത്യൻ പരിപാടിയല്ല, ഒരു സാധാ പരിപാടി. അതിപ്പോ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നതാണോ? ഒരു ഇത്ര ലാംഗ്വേജസ് റിലീസ് ചെയ്യേണ്ടത് മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം? നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു ഇതെന്താണെന്ന് അറിയടാ, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂർ ഒരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ? നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും, അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ക്രെഡിറ്റ് ആണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്, അങ്ങനെയുള്ള ഒരു നാടാണ്. അപ്പോ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണോ, മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യമാണ്. വേണ്ട, ഈ വർഷം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളുടെ സിനിമയല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ. ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന, ലുങ്കി എടുത്ത് പോകുന്നത്, ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും. ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണം എന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നതിൻ്റെ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ചിത്രം ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇത്രയും ഫുൾ റിസ്കില് ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട്, ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിൽ ടൂർ പോയേക്കുവാണ്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഈവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസം വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇപ്പം നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഉണ്ടായിരുന്നു ഒരു 1-2 മണിക്കൂർ വിഗ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ നേരം പ്രിപ്പയർ ചെയ്തല്ലേ ബിജു? ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് വിഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പം അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പലത് വെച്ച്, പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് കുറച്ച് അല്ല, അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പടം. അങ്ങനെ കണ്ടറിയാലോ. ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ കുറെ കമന്റ്സ് അതിന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകൾ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കമന്റുകളോട് എന്താ പറയാനാണ്?
അല്ല, അത് നമ്മുടെ സിനിമയിൽ ടീച്ചർ കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭയങ്കര ഓരോരോ ഏരിയാസിൽ വരുന്ന അത് നമ്മുടെ സിനിമയിൽ വളരെ വളരെ സട്ടിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയാസ് ആണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ്. ഒരു കൈനോട്ടക്കാരി, മുത്തപ്പൻ, അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സലീമേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇവരെല്ലാം. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ട്. നത്തിങ് ടു ഡു വിത്ത് കാന്താര.